ഒരു വലിയ മനുഷ്യൻ, ഒരു വടവൃക്ഷം പിളർന്ന് വീണതുപോലെയുള്ള ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. അദ്ദേഹം യഥാർത്ഥത്തിൽ നാട്ടിലെ പാവങ്ങളുടെ തോഴനായിരുന്നു, ശക്തനായ വക്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാധാരണ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തത് അങ്ങനെ ചെയ്യാൻ ഒരു വ്യക്തിക്ക് കഴിയില്ലെങ്കിലും ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയിലൂടെ അത് പരിഹരിക്കുകയാണ് പതിവ്. സുർജിത്തും VS എല്ലാം EMS എല്ലാം മടങ്ങുമ്പോൾ നമുക്കിതുപോലെ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതേ നിലവാരത്തിലുള്ള സഖാവാണ് സഖാവ് VS. അതുകൊണ്ട് നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ്. വലിയ ദുഃഖമുണ്ട്, ഒരു വലിയ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൂടി ഒത്തുചേർന്ന് VS നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ തുടരുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ധർമ്മം. എന്തായാലും യുഗപ്രഭാവനായിട്ടുള്ളൊരു നേതാവ്, വളരെയധികം സഹിച്ച് SRCPക്കൊക്കെ എതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. മരിച്ചുപോയി എന്ന് കരുതി ഉപേക്ഷിച്ചെടുത്ത് വീണ്ടും ജീവൻ വെച്ച് വന്നിട്ടുള്ള ഒരു സഖാവാണ് VS. തീർച്ചയായിട്ടും മരിക്കാൻ എനിക്ക് മനസ്സിലുള്ളപ്പോൾ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ്. മരിക്കാൻ കൂട്ടാക്കില്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം, നമ്മളും വിചാരിച്ചു VS എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടായാൽ മതി. രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്താനുള്ള അദ്ദേഹത്തിന് കഴിയില്ല 101-ാമത്തെ വയസ്സിൽ. പക്ഷേ VS ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ആവേശകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മരണം ഇത്രയേറെ ദുഃഖകരമായിട്ട് മാറുന്നത്. എന്തായാലും എല്ലാവരിനെയും നമുക്ക് അതിജീവിച്ചേ മതിയാവൂ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ആവേശത്തോടു കൂടി നമ്മുടെ മനസ്സിലുണ്ട്. സഖാവിനെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞ നല്ല വാക്ക് മാത്രമേ എനിക്കിപ്പോഴും പറയാനുള്ളത്. എനിക്കെതിരെ ഉണ്ടായ കോൺഗ്രസ് ഗവൺമെൻറ്, കോൺഗ്രസ് MLA ആയ എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു കേസ്, ആ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ഒരുപാട് പീഡനങ്ങളും അനുഭവിച്ചു ഞാൻ. പക്ഷേ VS സഖാവ് മുഖ്യമന്ത്രിയായി വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് ശോഭന ജോർജ്, എൻ്റെ മുന്നിലിരിക്കുന്ന ഫയലെന്ന് പറയുന്നത് നിങ്ങളുടെ കേസിൻ്റെ ഫയലാണ്. ഈ ഫയൽ മുഴുവൻ ഞാൻ പഠിച്ചിട്ട് ഞാനിതിൻ്റെ നിയമോപദേശം തേടിയിട്ടും എല്ലാം നിങ്ങളിതിൻ്റെ അകത്ത് നിരപരാധിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കേസ് കൊടുക്കുന്നവനാണ് അനീതിക്കെതിരെ, പക്ഷേ ഇത് നിങ്ങളോട് കാണിച്ച അനീതിയാണ്, അതുകൊണ്ട് ഞാൻ ഈ കേസ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കേസ് പിൻവലിച്ച് എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഏതെങ്കിലും ജയിലിൽ കിടന്നേന്. എനിക്ക് അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ പറയണ്ടല്ലോ ഇനിയും. എനിക്കും എൻ്റെ മോൾക്കും എൻ്റെ കുടുംബത്തിനും എല്ലാം അദ്ദേഹത്തോടുള്ള നന്ദിയും ആദരവും പ്രണാമമായി അർപ്പിക്കുന്നു.